ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മിനീസ് മിനി വേൾഡ്. നമുക്കിന്ന് ഒരു 4 മണി പലഹാരം തയ്യാറാക്കാം. രാവിലെ തയ്യാറാക്കിയ മാവിൻ്റെ ബാക്കി വന്ന മാവ് കൊണ്ടാണ് നമ്മളിന്ന് ഇവിടെ ഈ പലഹാരം തയ്യാറാക്കാൻ പോകുന്നത്. കൂട്ടുകാർക്ക് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇതിനാവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ്: അപ്പത്തിൻ്റെ മാവ് വേണം, പിന്നെ കുറച്ച് കാഷ്യൂ നട്ട്, ബദാം, കിസ്മിസ്, പഞ്ചസാര, കുറച്ച് ഏലക്കായ വേണം. നമുക്ക് ഏലക്കായ ഒന്ന് പൊടിച്ചെടുക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു 5 ഏലക്കായ എടുത്തിട്ടുണ്ട്. അതിലേക്കൊരു 4 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടെ ചേർത്തിട്ടുണ്ട്. 4 സ്പൂൺ പഞ്ചസാര കൂടെ ചേർത്ത് മിക്സിയിൽ വെച്ച് നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. അതിനെ നമുക്ക് ഈ മാവിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പത്തിൻ്റെ മാവ് നല്ല ലൂസായിരിക്കും. കുറച്ച് നേരം എടുത്ത് വെളിയിൽ വെക്കുമ്പോൾ പുറത്തേക്ക് മാവിൻ്റെ പുറത്ത് വെള്ളമെല്ലാം പൊങ്ങി വരും. ആ വെള്ളം നമ്മൾ മാറ്റിയതിന് ശേഷം മാത്രമേ ഈ മാവ് തയ്യാറാക്കാവുള്ളൂ. നമ്മളിത് ഇഡ്ഡലി തട്ടിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. വേണമെങ്കിൽ ലേശം ഉപ്പ് കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ലേശം മതിയാവും. നമ്മൾ രാവിലെ ഉണ്ടാക്കിയ മാവിൻ്റെ ബാലൻസ് ആണ്. ഇഡ്ഡലിയുടെ കൺസിസ്റ്റൻസിയിൽ വേണം നമ്മൾ തയ്യാറാക്കിയെടുക്കാൻ. ഇഡ്ഡലി മാവിൻ്റെ കൺസിസ്റ്റൻസിയിലായിരിക്കണം. നമ്മൾ നേരത്തെ എടുത്തു വെച്ച ബദാം ഒന്ന് തരിതരിപ്പായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. അതുകൂടെ ഒരു 3-4 സ്പൂൺ കൂടെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നിങ്ങളുടെ ടേസ്റ്റിന് ആവശ്യമായിട്ട് ആഡ് ചെയ്ത് കൊടുത്താൽ മതിയാവും. 2-3 സ്പൂൺ ചേർത്ത് കൊടുക്കാം. ഇനി ഇഡ്ഡലി തട്ടിലേക്ക് നമ്മൾ ലേശം നെയ്യ് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ഒരു 3/4 ഭാഗം മാത്രമേ മാവ് ഒഴിക്കാവൂ. അതിന് പുറത്ത് നമ്മൾ അണ്ടിപ്പരിപ്പും കിസ്മിസും വെച്ച് നമ്മൾ ഗാർണിഷ് ചെയ്യുമ്പോൾ പുറത്തേക്ക് മാവ് കളയാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് 3/4 ഭാഗം മാത്രമേ ഒഴിക്കാവുള്ളൂ എന്ന് പറഞ്ഞത്. എല്ലാവരും ഇതൊന്ന് പരീക്ഷിച്ച് നോക്കണം. 4 മണിക്ക് നമുക്ക് ചായയുടെ ഒപ്പം കഴിക്കാൻ പറ്റിയ നല്ലൊരു പലഹാരമാണ്. നമ്മളെല്ലാവരും ഒറ്റയപ്പം തയ്യാറാക്കിയിട്ടുണ്ടാവും അപ്പത്തിൻ്റെ മാവിൽ. പക്ഷെ ഇങ്ങനെ ഒരു പലഹാരം ആദ്യമായിട്ടായിരിക്കും ചെയ്ത് നോക്കുന്നത്. എല്ലാവരും ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ കമൻറ്റ്സ് അറിയിക്കുക. വീഡിയോ ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുത്. ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം. ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടെ എനേബിൾ ചെയ്യാൻ മറക്കരുത്. നമ്മളിപ്പോൾ ഇതിൽ കാഷ്യൂ നട്ട് കിസ്മിസ് വെച്ച് ഗാർണിഷ് ചെയ്യുകയാണ്. ലേശം ബദാമും കൂടെ അതിലേക്ക് ഇട്ട് കൊടുക്കുക. ലേശം ബദാമിൻ്റെ കൂടെ. എന്നിട്ട് നമുക്കത് അപ്പച്ചെമ്പിൽ വെച്ചിട്ട് ആവിയേറ്റാം. അത് കഴിഞ്ഞിട്ട് വേറൊരു ഡിഷ് കൂടെ തയ്യാറാക്കാം. അതിനായിട്ട് തേങ്ങാക്കൊത്തൊന്ന് നെയ്യിൽ വറുത്തെടുക്കണം. അത് ഈ മാവിലൊന്ന് ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഉണ്ണിയപ്പത്തട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ലേശം എണ്ണ ഒഴിച്ചിട്ട് ബാക്കി വന്ന മാവിൽ തേങ്ങാക്കൊത്തൂടെ ആഡ് ചെയ്തിട്ട് ഉണ്ണിയപ്പച്ചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക. രണ്ട് സൈഡും ഒന്ന് ബ്രൗൺ കളർ ആവുന്നത് വരെ ചെയ്യുക.
സ്വാദിഷ്ടമായ ഒരു ഉണ്ണിയപ്പം ഇവിടെ തയ്യാറായി. അപ്പത്തിൻ്റെ മാവിൽ നിന്നാണ്, നമ്മൾ പഴമൊന്നും ചേർത്തിട്ടില്ല. നമ്മുടെ കയ്യിലുള്ള ഇൻഗ്രീഡിയൻറ്റ് മാത്രം വെച്ചിട്ടാണ് ഈ 2 ഡിഷും നമ്മൾ ചെയ്തെടുത്തേക്കുന്നത്. കൂട്ടുകാർക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ബെൽ ബട്ടൺ കൂടെ എനേബിൾ ചെയ്യണം. അപ്പോൾ അടുത്ത വീഡിയോ കാണുമ്പോഴേക്കും നന്ദി, നമസ്കാരം.